അങ്ങനെ വളരെ വലിയൊരു തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വരികയാണ്. വനജകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട്, നമസ്കാരം, ഈ വിവാഹാലോചന തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ അതിനിരയാകാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. നമ്മുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരും ഈ മാട്രിമോണി സൈറ്റുകളിൽ നിന്ന്, ചില മാട്രിമോണി ഓഫീസിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ കല്യാണം നടത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഒരു മകനുണ്ടല്ലോ, അവൻ 10ാം ക്ലാസ് തോറ്റവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ +2 ഇല്ലാത്തവനാണ്, നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട. നല്ല സുന്ദരിയായ നായർ യുവതി, അവളിപ്പോൾ IAS എടുത്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ മുസ്ലിം യുവതി, അവളിപ്പോൾ MBA കഴിഞ്ഞിട്ട് 10-20 ലക്ഷം രൂപയ്ക്ക് അമേരിക്കൻ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓഫർ, അവളിപ്പോൾ കല്യാണം കഴിക്കാൻ മുട്ടിരിക്കുകയാണ്, ഉടനെ തന്നെ അവളെ അങ്ങോട്ട് കെട്ടിച്ചു തരികയാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കോളുകൾ വരാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ വളരെ വലിയൊരു തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വരികയാണ്. വനജകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട്, അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു സെക്യൂരിറ്റി തൊഴിലാളിയാണ്, മകൻ 10ാം ക്ലാസ് മറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ സ്ത്രീയെ വിളിച്ചിട്ട് ഇവർ ഈ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്നും അവരുടെ ഹസ്ബൻഡിന് കിട്ടുന്ന പിടിച്ചു കുറച്ച് മേടിച്ച ഒരു കഥ നമുക്ക് ആ സ്ത്രീയെ ഇപ്പോൾ വിളിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മാട്രിമോണിക്കാർ ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർ പിന്നീട് പറഞ്ഞു പെണ്ണിൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അപ്പോൾ അവർക്ക് ഗ്രഹനില അറിയണം, അപ്പോൾ ഒരു ഗൂഗിൾ പേയിൽ 1000 രൂപ അയച്ചു തരണം, അപ്പോൾ ഗ്രഹനില അറിയാനുള്ള ചിലവിലേക്കാണ്, അതിനാണ് ജോത്സ്യരെ കാണാനാണ്, അതിനാണെന്നൊക്കെ പറഞ്ഞ് ഇവർ 1-2 പറഞ്ഞിട്ട് 1000-2000 ഒക്കെ ആയിട്ട് ഗൂഗിൾ പേ ആദ്യമേ ചെയ്ത് മേടിക്കും. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് തോറ്റവരോ അല്ലെന്നുണ്ടെങ്കിൽ മാർക്ക് കുറവുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാത്തവരോ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഇല്ലാത്ത തുക എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊടുത്ത് അപ്പോൾ ഇപ്പോൾ നല്ലൊരു അടിപൊളി പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി പോകല്ലേ. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വീഴുന്നതിലൊക്കെ ഉപരിയായിട്ട് അവരുടെ മാതാപിതാക്കൾ വീണ് പോവുകയാണ്. നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ കേരളത്തിൽ പിടിച്ചു പറിക്കുന്ന ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളോട് അടുത്ത് വരുന്ന തുകയാണ് ഈ മാട്രിമോണിയൽ സൈറ്റുകാർ പാവം പിടിച്ച കുടുംബങ്ങളിൽ നിന്നാണ്. അതാണ് ഈ കോടികൾ ആസ്തിയുള്ള കുടുംബങ്ങളിൽ നിന്നൊന്നും അല്ല ഈ പിടിച്ചു പറിച്ച് ഇവരെടുക്കുന്നത്. തീരെ നിവൃത്തിയില്ലാത്ത അന്നത്തെ അന്നത്തിന് വേണ്ടി പാടുപെടുന്ന കുടുംബങ്ങളെ അവരെ പറഞ്ഞ് പെട്ടെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കല്യാണം കഴിക്കാതെ ഒരു 30 വയസ്സിലേക്കൊക്കെ എത്തിയാലും 35 വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന ആൺകുട്ടികളുള്ള കുടുംബത്തിലെ അമ്മമാർ അവർ പെട്ടെന്ന് വീണുപോകും. കാരണം പറ്റിക്കലിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ പറ്റിക്കാൻ വേണ്ടി വളരെ വലിയൊരു മാട്രിമോണിയൽ സമൂഹം ഈ ഒരു പേരും പറഞ്ഞ് ഒരു ചെറിയ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ഈ ആളുകളെ വിളിയാണ്. എന്നാൽ ഇവർ തരുന്ന നമ്പറിലേക്ക് നമ്മൾ തിരിച്ചു വിളിച്ചാലോ, അവർക്ക് 50-60 വയസ്സുള്ള പിതാവും മാതാവും, അവർക്ക് മക്കളേ ഇല്ല. മക്കളില്ലാത്ത മാതാപിതാക്കളുടെ നമ്പറാണ് ഈ മാട്രിമോണിയൽ സൈറ്റുകാർ ഈ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവർ വിളിക്കുമ്പോൾ എന്താ അവർ പറയുന്നത്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇല്ല, ഞങ്ങൾ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ ഞങ്ങളൊരു പരസ്യം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെ ഇതുപോലെ വിവാഹ ആലോചനയോട് ബന്ധപ്പെട്ടിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയണം അവരുടെ കൊച്ച് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, അല്ലാണ്ട് അവരുടെ കുടുംബത്ത് കല്യാണം ആലോചിക്കാൻ പറ്റുന്ന പെമ്പിള്ളേരോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇതുപോലെ ഇത് നിരന്തരം പറ്റിക്കണം. അതായത് നമുക്ക് വനജകുമാരി എന്ന് പറയുന്ന ഈ സ്ത്രീ നമുക്കൊന്ന് വിളിക്കാം. ഒരു പറ്റിപ്പിനിരയായിട്ടുള്ള ഒരു സാധാരണക്കാരിയായിട്ട് സ്ത്രീയാണ്. വനജ അല്ലേ? കൊച്ചിന്റെ കല്യാണം ഒന്നും ഇങ്ങനെ ഉറക്കാതെ ഒരുപാട് പേര് ബ്രോക്കർമാർക്ക് കൊടുത്തു ഇരുന്നപ്പോഴാ ഇതിങ്ങനെ കണ്ടൊന്ന് കോണ്ടാക്ട് ചെയ്തപ്പോഴ് ഒരു എടുത്തിട്ട് പറഞ്ഞെന്ന് നമുക്ക് വിവാഹം എന്തെങ്കിലും ആയി കഴിയുമ്പോൾ അവർക്ക് പൈസ കൊടുത്താൽ മതി. ഞാൻ അന്നേരം വിളിച്ചപ്പോഴേ നമ്മുടെ ഡിമാൻഡ് എല്ലാം പറഞ്ഞു, ഇന്നതുപോലെയാണ്, നമുക്ക് വലിയ മുതലൊന്നും നോട്ടമില്ല, നമുക്ക് ഒരു കൊച്ചിനെ മതി എന്നൊക്കെ എല്ലാം പറഞ്ഞു. അതേ സൈസ് കൊച്ചു നമ്മുടെ കയ്യിലുണ്ട്, അതേ സൈസ് പെൺകുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്, അതാണ് വിദ്യാഭ്യാസ യോഗ്യം. ഞാൻ പറഞ്ഞ ഇത്രയൊന്നും വേണ്ട, അപ്പൊ നമുക്ക് 10ാം ക്ലാസ് അല്ലെ +2 ഈ 2 കാര്യങ്ങളെ ആകാവൂ, അത് മതിയാരി കൂടുതൽ വേണ്ട എല്ലാം പറഞ്ഞ് ഞാൻ സമ്മതിച്ചിട്ട് പറഞ്ഞ് അത് പൈസ അയച്ചു വരുന്ന അനുസരിച്ചിരിക്കും നിങ്ങളുടെ കല്യാണം ഉറയ്ക്കും. ഞാൻ പറഞ്ഞെന്തോ അങ്ങനെ, അത് 2500 രൂപ ഇന്ന് അയച്ചു തരുവാണെങ്കിൽ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച പോയി പെണ്ണ് കാണത്തക്കോളം ഞങ്ങൾ പെണ്ണുകൊച്ചിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചെല്ലാം റെഡിയാക്കി തരാം. 2500 കൊടുത്തു കഴിഞ്ഞാൽ ഈ ശനിയാഴ്ച പെണ്ണിനെ കാണാൻ, വരുന്ന ശനിയാഴ്ച കല്യാണം കഴിപ്പിക്കുക, അതിനടുത്ത ശനിയാഴ്ച കൊച്ചിനെ വരെ അത്ര ഫാസ്റ്റ് ആണ് ഇവരുടെ മൂവ്മെന്റ് അല്ലേ? അതെ, ശനിയാഴ്ച ഞായറാഴ്ച പോയി പെൺകൊച്ചിനെ കാണത്തക്കോളം ഞങ്ങൾ ആ കൊച്ചിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചെല്ലാം റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മള് എല്ലാം നമ്മുടെ വീട്ടിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ 500 രൂപ 1000 രൂപയൊക്കെ ഉള്ള മാട്രിമോണി. പെൺകുട്ടിയാണ് വിളിക്കുന്നത്, സംസാരിച്ച് വീഴിപ്പിച്ചു കളഞ്ഞല്ലേ? അതെ. പിന്നെ നമ്മള് വന്ന ബ്രോക്കർമാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുള്ളതെന്നല്ല, നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടി അന്ന് ബയോഡേറ്റ നമ്മൾ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഇത് നമ്മളങ്ങ് വീണ് പോയി. എന്നിട്ട് അങ്ങനെ 2500 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്യിച്ചിട്ട് അതിലും പറഞ്ഞ് എല്ലാ പിന്നെ 3-4 എണ്ണം അയച്ചിട്ട് കരുനാഗപ്പള്ളിയിലുണ്ട്, കൊട്ടാരക്കരയുണ്ട്, അതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജില്ലയൊന്നും പ്രശ്നമല്ല, ഏത് ജില്ലയിലും ഞങ്ങൾക്ക് വിഷയമില്ല എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ കൊട്ടാരക്കരയും കരുനാഗപ്പള്ളിയിലും ഉള്ള ഒരു 2-3 എണ്ണം അയച്ചു തരാം. കോണ്ടാക്ട് ചെയ്തപ്പോ പിള്ളേർ ബിടെക് നമ്മളന്നേരം ഇങ്ങനെ പറയുന്ന ഗവൺമെന്റ് ജോലി ഇല്ലാത്ത പിള്ളേരോട് അയക്കണമെന്ന് നമ്മൾ ചോദിക്കാൻ തന്നെ മാന്യത ഇല്ലല്ലോ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ പോയപ്പോ ഞാൻ വിളിച്ചത് നിങ്ങൾ അയച്ചതന്നെ ഒന്നും ശരിയായില്ല, നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതെ ഞങ്ങൾക്ക് തന്നത്, അത് എന്തോ പറഞ്ഞു അവരെന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പിന്നെ അയച്ചു തരുന്ന എല്ലാം ഇങ്ങനെ ബിടെക് എംടെക് PGക്ക് പോകുന്നവർ അതെല്ലാം. ഇന്നലെ ഞാൻ വീണ്ടും വിളിച്ച് സംസാരിച്ച ഫോൺ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞത് 2500 രൂപ മേടിച്ച് വെറുതെ നിങ്ങൾ തിന്നാനിരിക്കുന്ന എന്തോത്തിനെ ഇങ്ങനെ മനുഷ്യരെ ടീച്ച് ചെയ്തുകൊണ്ട് ഈ പരിപാടി അങ്ങ് നിർത്തിക്കൂടെ വെച്ച് പറഞ്ഞു ഞാൻ നാളെ അവധിയാ മറ്റന്നാ അവധിയാ പിന്നെ തിങ്കളാഴ്ച അയച്ചു തരാം. ഞാൻ പറഞ്ഞു അയച്ചു തരുന്നത് എനിക്ക് ബിടെക്കോ എംടെക്കോ ഒന്നും വേണ്ട, ഞങ്ങൾ താല്പര്യപ്പെടുന്ന ആളുകളല്ല.
അത് പെൺപിള്ളേർ പഠിച്ചു പോകുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങൾ അങ്ങനെ ആയിട്ടല്ലല്ലോ പൈസ മേടിച്ചത്, ഞങ്ങൾക്ക് പറ്റിയ പിള്ളേർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നും പറഞ്ഞല്ലേ മേടിച്ചത്. അന്നേരം അതനുസരിച്ച് നിങ്ങൾ പെരുമാറുണ്ടായി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എടുത്ത് ഇത്രയും മറ്റേ സൈറ്റിൽ നിന്നൊക്കെ എടുത്ത് അയച്ചു തന്നിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവുണ്ട് 1000 രൂപ നിങ്ങൾ എടുത്തു, ബാക്കി 1500 രൂപ എനിക്ക് തിരിച്ചയച്ചു തരാൻ പറഞ്ഞു. ഈ അവര് തരത്തില്ലെന്ന്, പൈസ തരത്തില്ല. ഈ ഫെബ്രുവരി പൈസ അയച്ച് മാർച്ച് ഏപ്രിൽ പിന്നെ മെയ് വരെ നമുക്ക് പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഒന്നും കിട്ടായിരുന്നപ്പോ ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, നിന്നെ എന്റെ മോന്റെ കല്യാണം ഉറച്ച് ഞാൻ ചുമ്മാ പറഞ്ഞു എങ്ങനെയാണെങ്കിലും പൈസ എങ്ങനെ കിട്ടട്ടെന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഇതുമായിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അന്നേരം ഇല്ല, അവര് പൈസ അയച്ചു. അതിന് ഞങ്ങൾ സാറിനോട് പറഞ്ഞ് അതങ്ങ് ക്ലോസ് ചെയ്തേക്കാം ഫയല്. ഞാൻ ചോദിച്ചാൽ അതെന്തൊരു മര്യാദയാ? 2500 രൂപ മേടിച്ചിട്ട് 3 മാസമായപ്പോ ഞങ്ങൾക്ക് ക്യൂട്ടായിട്ടുള്ളതെന്ന് അയച്ചു തരാതെ നിങ്ങൾ ഫയല് ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് എത്ര മര്യാദയുള്ള കാര്യമാണോ? ഗൂഗിൾ പേയിൽ കാണിക്കുന്ന പേരെന്താണ്? രഘുനാഥ് എന്ന്, കാനറ ബാങ്കിലാ. അപ്പൊ സാറാണ് പറഞ്ഞത് ക്ലോസ് ചെയ്യാൻ അല്ലേ? അതെ അതെ, അത് ഈ കൊച്ച പറഞ്ഞ നമ്പർ അയച്ചു തന്നതും ഒക്കെ നമുക്ക് അങ്ങനെ അയച്ചു കൊടുത്ത. അന്നേരം എടുത്ത ഈ പിള്ളേര് കോണ്ടാക്ട് ഒന്നുമില്ല, അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യത്തില്ല. ഈ രഘുനാഥ് എന്ന് പറയുന്ന കക്ഷിയായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആ നമ്പറിൽ വിളിക്കുമ്പോ ഒരു സുനിത എടുക്കുന്നത്. അതായത് ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്നാലും എന്റെ ഫോണിൽ നിന്നാലും വിളിക്കുമ്പോ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുന്ന ഐ വിൽ കോൾ യു ലേറ്റർ. നിങ്ങളുടെ മകൻ ഏതുവരെ പഠിച്ചാണ്? +2 കഴിഞ്ഞതാണ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവന് പിന്നെ ഡ്രൈവറായിട്ട് പിന്നെ ഡ്രൈവിംഗിന്റെ ഫീൽഡിൽ അങ്ങ് പോയവന്. അപ്പൊ ഇങ്ങനെയുള്ള കല്യാണാലോചന മോന് പറ്റുന്ന ഒരു വിവാഹാലോചന നമുക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവർ പറയുമ്പോൾ അവർ അമേരിക്കൻ പ്രസിഡന്റിന്റെ മകളുടെ ഫോട്ടോയും അഡ്രസ്സും ഒക്കെയാണ് തരുന്നത്, വിളിക്കാൻ പറയുന്നത്. അത് നമ്മുടെ പേരൻസ്, ആ പിള്ളേരുടെ പേരൻസിനോട് സംസാരിക്കാൻ പറ്റുമോ? നമുക്ക് തന്നെ മാന്യത ഇല്ലയോ അതിനെ കുറിച്ചൊക്കെ? ഓക്കെ, ഈ മാട്രിമോണി ഇവരുടെ പേരും ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. അവരുടെ ന്യൂ ഇയർ മാട്രിമോണിയൽ ഗുരുവായൂരിനെ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. ഗുരുവായൂർ ന്യൂ ഇയർ മാട്രിമോണി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല? ഇല്ല. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ശമ്പളം എത്രയാണ്? പുള്ളിക്ക് എങ്ങാണ്ട് ദിവസം 300 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഒരു ദിവസം 300 രൂപ മേടിക്കുന്ന ഒരു ദിവസവേതനക്കാരനായിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഹസ്ബൻഡ്. അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തുകയിലാണ് 2500 രൂപ അടിച്ചു മാറ്റി. 2500 രൂപ മേടിച്ചത്. അപ്പോൾ കേട്ടല്ലോ, ഈ മാട്രിമോണി സൈറ്റിന്റെ പേരിൽ ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ തട്ടിപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളെ എങ്ങനെയും വിവാഹം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് ഈ തട്ടിപ്പിൽ പോയി, ഈ പറ്റിപ്പിൽ പോയി വീണു പോവുകയാണ്. എന്തായാലും മലയാളികൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ അലേർട്ടായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വാർത്തയാണ് ഇത്. തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കേണ്ട ഒരു വിഷയമാണ്.